ബഹുമാനപ്പെട്ട അബൂ സുഹൈല ബാക്കവി കുട്ടികളുമായി ഒരുപാട് സമയമായി വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും ഇത്ര നേരം ക്ഷമയോടെ കാത്തുനിന്നു. അൽഹംദുലില്ലാഹ് ഉസ്താദിനെ കുട്ടികൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എന്തായാലും നമ്മൾ കുരുന്നുകൂട്ടം ആരംഭിക്കുകയാണ്. അബ്ദുള്ള തമ്മടെ പറഞ്ഞതുപോലെ ഷാക്രുലും ഉസ്താദൊന്നുമില്ലല്ലോ അവിടെ. ഫസൽ ഷാക്രുലൂമി ഒന്നും കാണാനില്ല. കുരുന്നുകൂട്ടത്തിന് നേതൃത്വം നൽകുന്നവരൊക്കെ എന്തായാലും അവരൊന്നും കാണാനില്ല. എന്തായാലും ആരംഭിക്കുകയാണ്. ഒരു ഫാത്തിഹ കൊണ്ട് തുടങ്ങാലോ അല്ലേ എന്നൊരു കാര്യം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ബഹുമാനപ്പെട്ട അബൂ സുഹൈല ബാക്കവി ഉസ്താദ്, ഞാനിപ്പോ പാട്ടുകൾ പാടിയിട്ട് നേരം കളയുന്നില്ല. അബൂ സുഹൈല ബാക്കവി എന്ന ഐഡിയിൽ നിന്നും അൻവരിയ അറബി കോളേജിലെ വിദ്യാർത്ഥികൾ, ഹിഫ്ള് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. കുട്ടികൾ നമ്മോട് ഗാനവും കഥയും ഒക്കെ അവതരിപ്പിക്കും. അബൂ സുഹൈല ബാക്കവി ഉസ്താദിനെ മൈക്കിൽ ക്ഷണിച്ചുകൊണ്ട് മൈക്കിൽ റിലീസ് ചെയ്യുന്നു. അസ്സലാമലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ജാസിർ. ഞാൻ വെല്ലപ്പുഴ. ഞാൻ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. അല്ലാ എൻ്റെ ഖൽബ് കാണല്ലാ, അല്ലാ എൻ്റെ തൗബ കേൾക്കല്ലാ, അല്ലാ എൻ്റെ ഖൽബ് കാണല്ലാ, അല്ലാ എൻ്റെ തൗബ കേൾക്കല്ലാ. ജല്ല ജലാലെ നെഞ്ചിനകത്ത് ഈ കനവേറ്റല്ലാ, എന്റെ സുജൂദൻ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ അല്ലാ, അല്ലാ എന്റെ കൽബ് കാണല്ലാ, അല്ലാ എന്റെ തൗബ കേൾക്കല്ലാ, അല്ലാ എന്റെ കൽബ് കാണല്ലാ, അല്ലാ എന്റെ തൗബ കേൾക്കല്ലാ. തോരാതെ നൊമ്പരമേറ്റി സ്നേഹത്തിൻ മുത്തുകൾ തേടി ആഴിത്തിരമാലയിലാടും ജന്മം കാണല്ലാ, കാലത്തിൻ കൺപനയാടും നാദാ നീ നൽകിയ വിധിയും യാ റബ്ബേ എന്തിന് തന്നും സങ്കടമേറെ നീ. ദുനിയാവിൽ വ്യാജകനായി തുടരുന്നേ യാത്രയിലെന്നും തുണയാകാൻ നീയല്ലാതൊരു രക്ഷകനില്ലല്ലാ, കണ്ണീരിനുപ്പറിയാത്തൊരു നാളുമില്ലല്ലാ, കണ്ണീരിനുപ്പറിയാത്തൊരു നാളുമില്ലല്ലാ. അല്ലാ എന്റെ കൽബ് കാണല്ലാ, അല്ലാ എന്റെ തൗബ കേൾക്കല്ലാ, അല്ലാ എന്റെ കൽബ് കാണല്ലാ, അല്ലാ എന്റെ തൗബ കേൾക്കല്ലാ. വാഴുന്നു തിന്മകൾ മണ്ണിൽ, മായുന്നു നന്മകൾ മനസ്സിൽ, നാദാ നിൻ കൽപ്പന തെറ്റി ഞാൻ നടന്നില്ല. സൃഷ്ടാവേ നിൻ തിരുമുമ്പിൽ നിനവഞ്ചും തൗബയിൽ നീറും ഹൃദയത്തിൻ വേദന എന്റെ നീ അറിഞ്ഞില്ല. കനകത്തിൻ വചനവുമോദി സുബ്ഹാനേ നിന്നിൽ മടങ്ങാൻ ഇനി നെഞ്ചിൽ ചേർത്തൊരു മോഹം കാണണമേ അല്ലാ. കനിവാൾ നീ ദാനം തന്നൊരു ജീവിതമാണല്ലാ,
കനിവാൾ നീ ദാനം തന്നൊരു ജീവിതമാണല്ലാ. അല്ലാ എന്റെ കൽബ് കാണല്ലാ. അല്ലാ എന്റെ തൗബ കേൾക്കല്ലാ. അല്ലാ എന്റെ കൽബ് കാണല്ലാ. അല്ലാ എന്റെ തൗബ കേൾക്കല്ലാ. ജല്ല ജലാലെ നെഞ്ചിനകത്ത് ഈ കനവേറ്റല്ലാ. എന്റെ സുജൂദ് പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ അല്ലാ. അല്ലാ എന്റെ കൽബ് കാണല്ലാ. അല്ലാ എന്റെ തൗബ കേൾക്കല്ലാ. അല്ലാ എന്റെ കൽബ് കാണല്ലാ. അല്ലാ എന്റെ തൗബ കേൾക്കല്ലാ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഒരു കുറച്ച് സമയം ഈസി ആയി പോയി പെട്ടെന്ന്. അബൂ സുഹൈൽ ബാക്കി ഉസ്താദ് ആരത് പാടിയത് ഒരു പ്രാർത്ഥന ഗാനമായിരുന്നു. എന്തായാലും അബൂ സുഹൈൽ ബാക്കി ശബ്ദം കേൾക്കുന്നില്ല. വല്ലപ്പോഴുള്ള കുട്ടിയാണോ അപ്പൊ പാടിയത്? ജാസിർ വല്ലപ്പോഴാണോ? എന്തായാലും നല്ലൊരു പാട്ടായിരുന്നു. വളരെ ആവേശകരമായിക്കൊണ്ട് തന്നെ ജാസിർ മോൻ നല്ലൊരു ഗാനം ആലപിച്ചൊരു പ്രാർത്ഥന ഗാനം. നമ്മുടെ കുലങ്ങുകൂട്ടം സ്റ്റാർട്ടിങ് തന്നെ ഒരു പ്രാർത്ഥന ഗാനം കൊണ്ടായി തൗബ സ്വീകരിക്കല്ല എന്ന് പറഞ്ഞ് പാട്ട് അവസാനിക്കുമ്പോൾ ഒരു പ്രാർത്ഥന ഗാനം കൊണ്ട് തന്നെ നമ്മുടെ പാട്ട് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. പാട്ട് പാടാനുള്ള എല്ലാവരും റൈസ് ഹാൻഡ് ചെയ്യണം പാട്ട് പാടാൻ വേണ്ടിയിട്ട്. കുരുന്നുകുട്ടിന്ന് കുറച്ച് വൈകിപ്പോയി. എന്തായാലും നമ്മുടെ സ്റ്റാർട്ടിംഗ് ഗാനം തന്നെ ഒരു പ്രാർത്ഥന ഗാനമായി ജാസിർ മോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഉന്നതിയിൽ നിന്നും ഉന്നതി നൽകുമാറാവട്ടെ. ഹിഫ്ള് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഖുർആൻ ഹിഫ്ള് മനഃപ്പാഠമാക്കാനുള്ള ഒരു ഓർമ്മശക്തി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. PPS 75 വേണ്ടി ഞാൻ മൈക്ക് ചെയ്യുന്നു. ആരാണെന്ന് നോക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് നവാസ്. ഞാൻ വയനാട്ടിൽ മേപ്പാടിയുടെ അടുത്താണ്. റിപ്പാൻ എൻ്റെ ശബ്ദത്തിന് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പാടാം. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ ബിസ്മില്ലാ റബ്ബില്ലോദാൻ ബിസ്മില്ലാ ശുക്രല്ലാ ശുക്രല്ലാ റബ്ബേ നിന്നിൽ ശുക്രല്ലാ. ബിസ്മില്ലാ ബിസ്മില്ലാ റബ്ബില്ലോദാൻ ബിസ്മില്ലാ ശുക്രല്ലാ ശുക്രല്ലാ റബ്ബേ നിന്നിൽ ശുക്രല്ലാ. തക്ബീർ മണികൾ എണ്ണി ഞാൻ ഇന്ന് ചൊല്ലാം ദിക്റുകൾ. തക്ബീർ വചനം കോർത്തു ഞാൻ ഇന്ന് പാടാം ശുക്റുകൾ. കാരുണ്യക്കടലല്ലാ കാവല് നീയാണല്ലാ. കനിവേഗണേ തുണയേഗണേ ഇരു കൈകൾ നീട്ടിടാം എന്നിൽ തേടിടാം. ആയിരം ആയിരം താരകൾ പൂക്കൾ മിന്നും ലൈലില് ആകാശത്തിലെ അമ്പിളി വെട്ടം ചെയ്യും രാവിലെ. ആലമുലൈബേ കൈകൾ ഉയർത്തി തേടാം നിന്നിലെ ആകാശത്തിലെ വെട്ടം പെയ്യും രാവിലെ. കാരുണ്യക്കടലല്ലാ കാവല് നീയാണല്ലാ. കനിവേഗണേ തുണയേഗണേ ഇരു കൈകൾ നീട്ടിടാം എന്നിൽ തേടിടാം. പാപം മേറെ ചെയ്തു റബ്ബേ ഇന്നീ ഭൂവില്. മാപ്പ് തന്ന് കാത്തിടണേ ഇന്നീ മണ്ണില്. മരണം വന്ന് വിളിക്കും നേരം വരണം നിന്നില്.
മന്നാനെ നീ ഈമാനേറ്റ് എന്നും കൽബിലെ കാരുണ്യക്കടലല്ല കാവല് നീയാണല്ല കനിവേഗണെ തുണേഗണെ ഇരു കൈകൾ നീട്ടിടാം എന്നിൽ തേടിടാം ബിസ്മില്ല ബിസ്മില്ല റബ്ബില്ലോദാൻ ബിസ്മില്ല ശുക്രല്ലാ ശുക്രല്ലാ റബ്ബേ നിന്നിൽ ശുക്രല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നവാസ് വയനാട് നല്ലൊരു ഗാനം ആലപിച്ചത്. ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ്. പക്ഷേ സൗണ്ട് കുറവായിരുന്നു എന്ന് തോന്നുന്നല്ലേ? ഞാൻ ഇത് ഹെഡ്സെറ്റ് വെച്ചതുകൊണ്ട് ഇയർഫോൺ വെച്ചത് കൊണ്ടായിരിക്കാമെന്ന് കേട്ടത്. സൗണ്ട് എല്ലാവർക്കും കേട്ടു എന്നറിയില്ല. സൗണ്ട് കുറവായിരുന്നു. നവാസിന്റെ ബൂസ്റ്റ് കുറവായിരുന്നു തോന്നുന്നു. ബൂസ്റ്റ് കുറവാണ് എന്താണെന്നറിയില്ല. സൗണ്ട് അല്പം കുറവായിരുന്നു. എന്തായാലും ആദ്യമായി നമ്മോട് ജാസിർ വല്ലപ്പോഴ നല്ലൊരു പാട്ട് പാടി. നേരത്തെ അതൊരു പ്രാർത്ഥന ഗാനമായിരുന്നു. അതിനുശേഷം പ്രാർത്ഥന കഴിഞ്ഞു. ബിസ്മി കൊണ്ടുള്ള ഒരു പാട്ട്. പ്രാർത്ഥന കഴിഞ്ഞു. അടുത്ത സെഷൻ ബിസ്മി കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും നവാസ് വയനാട് ബിസ്മി കൊണ്ട് തുടങ്ങിയതായൊരു പാട്ട്, നല്ലൊരു പാട്ട് പാടി. സൗണ്ടിനൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടിയത് സാലിഹായ കർമ്മമല്ലേ. അതുകൊണ്ട് തന്നെ അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സൗണ്ടിന്റെ എല്ലാ പ്രശ്നങ്ങളും നീക്കി പൂർണ്ണ ആരോഗ്യവും ദീർഘായുസും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും നല്ല സ്വരത്തിൽ പാട്ട് പാടാനും അതുപോലെ തന്നെ പ്രസംഗിക്കാനും ഒക്കെയുള്ള കഴിവ് നവാസ് വയനാട് എന്ന് പറയുന്ന ആ പൊന്നുമോന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അബു സുഹൈല ബാക്കവി ഉസ്താദ് വീണ്ടും റൈസാൻ ചെയ്തിട്ടുണ്ട്. അൻവരിയ അറബി കോളേജിൽ നിന്ന്. ഇനി ആരാണ് എന്ന് നമുക്ക് നോക്കാം. السلام عليكم. سلمان الفارس ملنگا. علام الغيب عليك توكلنا صلاتنا فيرنا يا الله. علام الغيب عليك توكلنا صلاتنا فيرنا يا الله. في الليل واليوم نرفع الأيادي في الليل واليوم نرفع الأيادي نصلي عليك يا الله. علام الغيب عليك توكلنا صلاتنا فيرنا يا الله. علام الغيب عليك توكلنا صلاتنا فيرنا يا الله. نحن تشوفنا رعدا بدنياك نمشي بلا شوك جنتك. نحن تشوفنا رعدا بدنياك نمشي بلا شوك جنتك. أصل أنصر لنا أحسنا جهرنا في كل حين يا الله. أصل أنصر لنا أحسنا جهرنا في كل حين يا الله. علام الغيب عليك توكلنا صلاتنا فيرنا يا الله. علام الغيب عليك توكلنا صلاتنا فيرنا يا الله. لست خالدين في هذا العالم نرجو الفراق من نعمتنا. لست خالدين في هذا العالم نرجو الفراق من نعمتنا. إلى بغولنا
نسيل دموعنا في كل حين يا الله إليك تفوضنا نسيل دموعنا في كل حين يا الله علام الغيب عليك توكلنا صلاتنا اغفرنا يا الله علام الغيب عليك توكلنا صلاتنا اغفرنا يا الله في الليل واليوم نرفع الأيادي في الليل واليوم نرفع الأيادي نصلي عليك يا الله علام الغيب عليك توكلنا صلاتنا اغفرنا يا الله علام الغيب عليك توكلنا صلاتنا اغفرنا يا الله. السلام عليكم. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. സൽമാനുൽ ഫാരിസ് മുളയങ്കാവ് അനുവദനീയ അറബി കോളേജിലെ ഹിഫ്ള് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. നല്ലൊരു അറബി ഗാനം മനസ്സിനൊക്കെ ശാന്തി ലഭിക്കുന്ന ഒരു നല്ലൊരു അറബി ഗാനം ഇവിടെ ആലപിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽമാനുൽ ഫാരിസിനെ എത്രയും പെട്ടെന്ന് തന്നെ ഹിഫ്ള് പഠിക്കാനും ആ പഠിച്ചത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തത് സിനാൻ പള്ളിപ്പുറം KCRന്റെ വായമ്പാടി. സിനാൻ മോനെ ഒരുപാട് നാളായി ഞാൻ KCRൽ കണ്ടിട്ട്. കഴിഞ്ഞ ആഴ്ച പിന്നെ പൊതുപരീക്ഷയുടെ തിരക്കും കാരണമായിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു കൂട്ടം പങ്കെടുക്കാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ അതിന്റെ മുമ്പത്തെ രണ്ടാഴ്ച സിനാൻ മോനെ ഞാൻ കാണാൻ കഴിഞ്ഞിട്ടില്ല, എന്താ പറ്റിയെന്നറിയില്ല. അതുപോലെ തന്നെ ഫവാസ് ഫൈസി ഉസ്താദൊക്കെ ക്ലാസ് റൂമിലുണ്ട്, ഫസൽ ഫസു ഉസ്താദ് എല്ലാവരും ഉണ്ട്. എന്തായാലും സിനാൻ മോന്റെ നല്ലൊരു പാട്ടിന് വേണ്ടി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മാത്രമല്ല പാട്ട് കേൾക്കുമ്പോൾ നല്ല പൂക്കളൊക്കെ വിതറിക്കൊണ്ട് നിങ്ങൾ സഹകരിക്കണം. ഫവാസ് ഫൈസി ഉസ്താദ് അവിടെ ഉണ്ട്, നിങ്ങൾ റൈസൻ ചെയ്ത് മോൾക്ക് വരും. ഫവാസ് ഫൈസി ഉസ്താദ് അപ്പൊ എല്ലാവരും സഹകരിക്കുക. നല്ല പൂക്കളൊക്കെ വിതറി, കൊട്ടക്കണക്കിന് പൂക്കളൊക്കെ വിതറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാട്ട് പാടുന്നവരെ മനസ്സിന് ഒരു സന്തോഷമുണ്ടാക്കുക. ഞാൻ മൈക്കിൽ ചെയ്യുന്നു. സിനാൻ മോന് വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവില്ലേ? എന്റെ ശബ്ദം കേൾക്കുന്നു? ഓക്കെ. ഞാൻ കുറച്ച് ദിവസമായിട്ട് കുരുന്നൂട്ടത്തിൽ ഉണ്ടാവില്ല. ഞാൻ വൈകുന്നേരം ഞങ്ങൾക്ക് ഈവനിങ് ഷിഫ്റ്റാണ്. വൈകുന്നേരം ആണ് മദ്രസ്. 2 ഷിഫ്റ്റാണ്, മോർണിംഗ് കൊണ്ട് വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വൈകുന്നേരമാണ്. അപ്പോൾ പാടാൻ സാധിക്കലില്ല. അങ്ങോട്ട് എത്തുമ്പോഴത്തേനും മഗ്‌രിബാവും. അങ്ങനെയാണ്. ഇപ്പൊ പൊതുപരീക്ഷ കഴിഞ്ഞു, നല്ല മാർക്കിട്ട് എല്ലാവരും തിരക്കി. ഇപ്പൊ പൂട്ടിക്കാണ്. അപ്പോ ഇനി കുറച്ച് ദിവസം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഞാനൊരു അഭിപാട്ടാണ്. ഫിത്യാനുനാ ഇദ്മാനാ ബിൽഫാഹിഷാത്തി ഫശാ ഫിത്യാനുനാ ഇദ്മാനാ بالفاحشات فشا أشخاصنا سرعنا أشخاصنا سرعنا بالمسكرات نشا عيشا رعدا قد شعلنا وجه العالم قد شوهنا في هذا الزمان فتياننا إدمانا قد صاروا في العللاء عن أعراض ساهينا قد مالوا في الحقد دوما للشنيعات لاهينا كم من ناس قد قتلوا كم من ناس قد قتلوا بالسياسيات هنا
عيشا رعدا قد شعلنا وجه العالم قد شوهنا في هذا الزمان فتياننا إيمانا امتشالا غاصبوا مالا في الظلامة قد شغلوا افتخارا قد مال ظلما قد شاها وجه زمان قد هالت الحياة هنا قد هالت الحياة هنا بفناء روح هنا عيشا رعدا قد شعلنا وجه العالم قد شوهنا في هذا الزمان فتياننا إدمانا جوال في العيش كثرا استخداما في صغري عمل بالهاتف فجرا بالشبكات بالفخر نسيانهم بطريق الهدى نسيانهم بطريق الهدى فيضانهم للردى عيشا رعدا قد شعلنا وجه العالم قد شوهنا في هذا الزمان فتياننا إدمانا بالفاحشات فشاء أشخاصنا سرعنا أشخاصنا سرعنا بالمسكرات نشاء عيشا رعدا قد شعلنا وجه العالم قد شوهنا في هذا الزمان فتياننا إدمانا السلام عليكم വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാഷാ അല്ലാഹ് സിനാൻ മോൻ നല്ലൊരു പാട്ട്. കാലിക പ്രസക്തമായി ഒരു ഉസ്താദിനെ പ്രസംഗിക്കുകയാണെങ്കിൽ 2 മണിക്കൂർ വയറ് പറയാനുള്ളത് വളരെ 2-3 മിനിറ്റിനുള്ളിൽ ഈ ആധുനിക യുഗത്തിൽ വഴിതെറ്റി പോകുന്ന യുവാക്കള് അവരുടെ ഈ ആധുനിക മീഡിയകളെ കുറിച്ചൊക്കെ പാടി പറഞ്ഞുകൊണ്ട് സിനാൻ മോന് വളരെ നല്ലൊരു ഗാനം ആലപിച്ചു. ഇൻഷാ അല്ലാഹ് അതിനെ കുറിച്ചൊക്കെ ഫവാസ് ഭായി ഉസ്താദ് നമുക്ക് പറഞ്ഞു തരും. ഞാനിപ്പം തിരക്കുണ്ട്. സിനാൻ മോന് പറഞ്ഞു പൊതുപരീക്ഷ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സിനാൻ മോന് ഉന്നതമായ വിജയം പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് എനിക്ക് അല്പം ധൃതിയുണ്ട്, തിരക്കുണ്ട്. എന്തായാലും സിനാൻ മോൻ ഇനിയും വന്ന് പറഞ്ഞു ഒഴിവ് സമയത്തൊക്കെ പൊതുപരീക്ഷ കഴിഞ്ഞു ഇനി ഫ്രീ ആണല്ലോ, അപ്പൊ ഒഴിവ് സമയത്തൊക്കെ വന്നിട്ട് എന്ത് ചെയ്യണം, കുരുന്നുകൂട്ടത്തിൽ പങ്കെടുക്കണം. കുരുന്നുകളുടെയൊക്കെ ആവേശമാണ് SKSCR-ന്റെ ഒരു ആവേശമാണ് സിനാൻ മോൻ. അതുകൊണ്ട് പൊതുപരീക്ഷയിലൊക്കെ ജയിച്ച് ഉന്നതമായ മാർക്കൊക്കെ വാങ്ങിയിട്ട് കുരുന്നുകൂട്ടത്തിലൊക്കെ ഇനിയും തുടർന്ന് നല്ല നല്ല ഗാനങ്ങളുമായൊക്കെ പങ്കെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യുമ്നമോളൊന്നില്ലേ സിനാൻ മോനെ? യുമ്നമോളില്ലേ അവിടെ? സിനാൻ മോനെ ഉണ്ടോ? എന്തായാലും അബൂ സുഹൈല ബാക്കർ ഉസ്താദ് വീണ്ടും പ്രൈസാണ് ചെയ്തത്. യുമ്നമോളെ കൊണ്ടൊക്കെ പാടിക്കണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾക്കൊക്കെ നല്ല ബുദ്ധി പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഓർമ്മശക്തിയും ബുദ്ധി കൂർമ്മതയും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അത് വീണ്ടും വീണ്ടും ഇനിയും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ മൈക്ക് റിലീസ് ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് കുറച്ച് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അത് കാരണം ഞാൻ ക്ലാസ് റൂമിൽ ഉണ്ടാകും. പക്ഷേ ഫവാസ് ഫൈസി ഉസ്താദ് എന്തിക്കും പഴയ കാലത്ത് നമ്മുടെ കുരുന്നുകൂട്ടത്തിലേക്ക് ആവേശമായിരുന്നു SKSCR-ന്റെ. ഷാഫി ഉസ്താദ് DC ആയല്ലോ.
ശബ്ദം കേൾക്കുന്നുണ്ടോ? ഷാഫി ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഷാഫി ചെറുപ്പുളശ്ശേരി ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ? DC തോന്നുന്നല്ലേ? ഏതായാലും നമ്മൾ DC ആയിട്ടുണ്ട് പോവാണല്ലേ? ഏതായാലും അൽഹംദുലില്ലാഹ് സിനാൻ മോനിലെ നേരത്തെ പാട്ട് പാടിയ സിനാൻ മോന് അൽഹംദുലില്ലാഹ് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ KCRന്റെ ഒരു വാനമ്പാടിയാണ് സിനാൻ മോന്. കുറെ കാലമായിട്ട് നാട്ടിലായിരുന്നു. അവര് വന്നിട്ടേ ഉള്ളൂ. വന്നപ്പോൾ ഏകദേശം ഒരു മാസമായി. അൽഹംദുലില്ലാഹ് അതുപോലെ ഹാഫിളും കൂടിയാണ് നമ്മുടെ സിനാൻ മോന്. അതുപോലെ അബുദാബി ടീമിന്റെ SBB ടീമിന്റെ ക്യാപ്റ്റൻ, അതുപോലെ SKSFന്റെ നാഷണൽ കമ്മിറ്റിയുടെ ഒരു ടീമുണ്ട്. അതിന്റെ ഭാഗവാക്കാണ് സിനാൻ മോന്. അൽഹംദുലില്ലാഹ്. സിനാന് ശബ്ദം കേൾക്കുന്നില്ലേ? സിനാൻ ശബ്ദം കേൾക്കുന്നില്ലേ? ഇന്ന് ഇൻഷാ അല്ലാഹ് ഇശാ നിസ്കാരാനന്തരം ഇസ്ലാം സെന്ററിൽ വെച്ചിട്ട് കഥാപ്രസംഗമുണ്ട്. അതിലേക്ക് സമയമുണ്ടെങ്കിൽ വരണമെന്ന് അറിയിക്കാണ് സിനാനോട്. ഇൻഷാ അല്ലാഹ് ഖുർആൻ പരിപാടിയുണ്ട്. ഖുർആൻ പാരായണവും നമ്മുടെ നടക്കാനുണ്ട്. അതുകൊണ്ട് ആ മൈക്ക് റിലീസ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم. علم الإنسان ما لم يعلم. كلا إن الإنسان ليطغى أن رآه استغنى. إن إلى ربك الرجعى. أرأيت الذي ينهى عبدا إذا صلى. أرأيت إن كان على الهدى أو أمر بالتقوى. أرأيت إن كذب وتولى. ألم يعلم بأن الله يرى. كلا لئن لم ينته لنسفعا بالناصية. ناصية كاذبة خاطئة. فليدع ناديه سندع الزبانية. كلا لا تطعه واسجد واقترب. صدق الله العظيم. السلام عليكم.
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ സ്റ്റീരിയോ മിക്സിലായിരുന്നു, അതാണ് ടൈം വൈകിയത്. മോനെ ഓടിയപ്പോൾ കേട്ടു, ഉഷാറ് നല്ല ഓത്താണ്. പിന്നെ പൊട്ടച്ചിറ അൻവരിയ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലെ വിദ്യാർത്ഥിയാണ് ഓതിയത്, നല്ല ഓത്താണ്. പിന്നെ എന്റെ ഒരു അഭിപ്രായം പറയാം. നമ്മൾ ഈ നാട്ടിലിപ്പോ കണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ട്. ഈ കുട്ടികളൊക്കെ അബ്ദുൽ ബാസിത്ത്, അബ്ദുൽ സമദ് അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് കേട്ടിട്ട് പഠിക്കുന്ന ഒരവസ്ഥ. അത് അങ്ങനെ ഓതാൻ സാധിക്കുകയാണെങ്കിലൊക്കെ ഓക്കെയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ആവണേ കുറച്ച് പണിയാണ്, ഭയങ്കര എന്താണ്. മാത്രമല്ല അതിന്റെ ഇടയിൽ നമ്മൾ വേറെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചില അക്ഷരങ്ങൾക്ക് ഇപ്പൊ ഈ പിന്നെ വെറും ഫത്ഹ മാത്രമുള്ള നീട്ടാനില്ലാത്ത അക്ഷരങ്ങളെ ഈ നീട്ടാനില്ലാത്ത അക്ഷരങ്ങൾ ഈ ഓത്തിന്റെ ഇടയ്ക്ക് ചിലപ്പം കൂടുതലായിട്ട് ഇങ്ങോട്ട് നീണ്ടിട്ട് വെറും ഫത്ഹ മാത്രം ഉണ്ടാവും, നീട്ടാൻ അലിഫൊന്നും ഉണ്ടാവില്ല. ഉദാഹരണം ഇപ്പൊ ഖതബ എന്ന് പറയുമ്പോ ഖതബ എന്നാണല്ലോ ഉള്ളത്. അതിനെങ്ങനെ ഈ സാവധാനം എന്ന അവസ്ഥ, ഈ ഓവർ സാവധാനാവുമ്പോ ഖതബ എന്ന് പറയുന്ന ഒരവസ്ഥ വരിക. ഉദാഹരണം പറഞ്ഞാണ് ഖതബ എന്നുള്ളതിന് സാവധാനം ആവുമ്പോഴും അതിൻ്റെതായ ഒരു അവസ്ഥ ഉണ്ട്. അതിൽ ഓവർ സാവധാനായിട്ടുണ്ടെങ്കിൽ ഖതബ എന്നുള്ളതിന് ഖതബല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നാൽ അത് ഖിറാഅത്തിനെതിരാണ്. അപ്പോ പിന്നെ ഇപ്പൊ മോനെ ഓതിയത് ഉഷാറായിട്ട് ഓതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന അവസ്ഥ മാറ്റിയെടുക്കണം ഓത്തിൽ. അഥവാ നീട്ടാനില്ലാത്ത വെറും ഫത്ഹ മാത്രം ആയ അല്ലെങ്കിൽ ഹർക്കത്ത് മാത്രം ഉള്ള അക്ഷരങ്ങള് ഈ ശൈലിയിലൊക്കെ ഓതുന്ന സമയത്ത് ആ നീളൽ കൂടുന്ന അവസ്ഥ, ഏകദേശം ഒരു അലിഫ് വരുന്ന അവസ്ഥ, 2 ഹർക്കത്തിന്റെ ഖദറാവുന്ന അവസ്ഥ. ഒരു ഹർക്കത്തിന്റെ ഖദർ നീട്ടൽ കൂടുതൽ ഈ സാവധാനം ഓവറായ കാരണത്താല് 2 ഹർക്കത്താണോ എന്ന് തോന്നിപ്പോവുക, അല്ലെങ്കിൽ 2 വേണ്ട 1.5 ആയാലും മതി. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ അത് പിന്നെ നമ്മൾ മാറ്റിയെടുക്കണം. പിന്നെ മാത്രമല്ല വേറെ ഒന്നുകൂടി ശ്രദ്ധിക്കാതെ എന്താ പറയുക, ഞാനിപ്പോ ഈ പറഞ്ഞത് മോന്റെ ഒക്കെ ഉണ്ടായിട്ടല്ലെങ്കിലും ഇങ്ങനെ പറയണം. പിന്നെ നമ്മളിങ്ങനെ ഓതുമ്പോഴേ നമ്മൾക്കൊരു ഇങ്ങനെ ഏതൊരു ഇപ്പൊ സ്പീഡിലാവട്ടെ സാവധാനാവട്ടെ എങ്ങനെ ആവട്ടെ ഓതുമ്പോ ചില വാക്കുകൾ ഉച്ചരിക്കുന്നത് പെട്ടെന്നാവുക. ഇപ്പൊ മോനെ ഓടിപ്പോ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞപ്പോ ആ ബിസ്മി എന്നുള്ളത് പെട്ടെന്ന് കഴിഞ്ഞു, ബാക്കിയുള്ളത് സാവധാനമായി. അത് നമ്മൾ മാറ്റിയെടുക്കണം. അതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആവുക എന്ന് പറഞ്ഞാൽ ആ നല്ല ഖിറാഅത്തിന്റെ എതിരാണത്. മനസ്സിലായില്ലേ? അപ്പോ എങ്ങനെയാണോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി എന്ന വാക്കിന്റെ ശേഷമുള്ള വാക്കുകൾ എത്ര കണ്ട് സാവധാനത്തിലാണോ ഓതുന്നത്, അങ്ങനെ ആ അവസ്ഥയിൽ തന്നെ ആയിരിക്കണം ബിസ്മി എന്ന് പറയുന്നതും. മനസ്സിലായില്ല? സംഭവം മനസ്സിലായില്ല? അഥവാ ബിസ്മി എന്ന് പെട്ടെന്നൊരു കഴിയുക, അത് പറച്ചിട്ട് പെട്ടെന്നാകാം ബിസ്മി, അത്ര തന്നെ അങ്ങനെ ആയിട്ടുണ്ടെന്നല്ല പറഞ്ഞത്. ഏതായാലും എല്ലതും ഒരേ അവസ്ഥയിലാവുക എന്ന ഒരു അവസ്ഥ, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നല്ല ഓർത്താണ് മോൻ ഓതിയത്. ഇങ്ങനത്തുള്ള കാര്യത്തിൽ ഭാവി കാര്യങ്ങളും ഹാഫിളീങ്ങളൊക്കെ ആവാനുള്ള ആളുകളാണല്ലോ. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതിപ്പോ ഇങ്ങനത്തെ ഒന്നും നമ്മളെ തജ്വീദ് മുറിച്ചു നോക്കിയാൽ കിട്ടുന്ന കാര്യമല്ല. ഇതൊക്കെ ഇങ്ങനത്തെ അറബി പണ്ഡിതന്മാര് പറയുന്ന കാര്യങ്ങളാണ്. അവരുടെയൊക്കെ കേട്ട കാര്യം എടുത്തു പറഞ്ഞതാണെന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് താൽക്കാലികമായി പറയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇങ്ങനത്തെ സമയത്തൊക്കെ പാട്ട് പാടുന്നത് പോലെ തന്നെ നമ്മൾ എത്ര കണ്ട് പാട്ട് ഉഷാറാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടോ, അതിനേക്കാൾ അപ്പുറം ഖിറാഅത്ത് ഉഷാറാക്കാൻ വേണ്ടിയുള്ള ശ്രമം വേണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ കുട്ടികളൊക്കെ മൈക്കെടുത്തിട്ട് ഓതാൻ വേണ്ടിയൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും. ശംസു പാട്ട് പാടുണ്ടോ? എന്റെ പാട്ടിന്റെ ശേഷം നമുക്ക് നീ വാക്കി. മക്കയിൽ ചെന്നണയുവാൻ മസ്ജിദിൽ പോകുവാൻ ഹജറുൽ അസ്വദ് മുട്ടുവാൻ കാണുവാൻ
അപ്പൊ അങ്ങനെ സെവൻസിന്റെ പാട്ടുപാടി സിനാനെ കണ്ട് പ്രവാസ് വൈസ് കൈ പൊന്തിച്ചിരുന്നു. താത്തി ഞാൻ മൈക്കൂടെ റിലീസ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. ബിസ്മില്ലാഹി നൈദിയിൽ നമ്മുടെ റാസുൽ ഖൈമ ിൽ നിന്നാണ് നസ്രുദ്ദീൻ ഫൈലി ഉസ്താദിന്റെ പൊന്നോമനപുത്രൻ ശംസുദ്ദീൻ ആണ് നമുക്ക് വേണ്ടി പാട്ട് പാടിയത്. ശംസുദ്ദീൻ തന്നെ റാസുൽ ഖൈമ എല്ലാ നിലയിലും അനുഗ്രഹീത ഗായകനാണ്. അതുപോലെ നമ്മുടെ SKCR വാനമ്പാടിയുമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ശംസുദ്ദീന് ശബ്ദം ഒരു അനുഗ്രഹീതാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു നിഅമത്താണ്. അൽഹംദുലില്ലാഹ്, ശബ്ദഭംഗി എന്ന് പറയുന്നത് അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. SKCRക്ക് 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹ്. ഉസ്താദ് ഖുർആൻ ക്ലാസ് തുടങ്ങാനായോ? ഖുർആൻ ക്ലാസ് തുടങ്ങാനായിട്ടുണ്ടോ? ബിസ്മില്ലാഹി ശബ്ദം കേൾക്കുന്നുണ്ടോ? ഖുർആൻ ക്ലാസ് തുടങ്ങാനായിട്ടുണ്ടോ? പാട്ട് കഴിഞ്ഞിട്ടില്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് ഇൻഷാ അല്ലാഹ് സിനാൻ തന്നെ അല്ല ഇന്നമോളാണോ അറിയില്ല. ഏതായാലും സിനാൻ മോന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തേൻ മലരേ ത്വാ മന്നാനയച്ച നിലാവേ
മലരായി വീടർന്ന സിറാജേ മദ്ഹോദി പാടാമസ്സലാം മദദേകി കനിയൂ തിരുസലാം കനിവിൻ കനിയ സല്ലല്ലാഹ് കരുണക്കടലാം നബിയുള്ളാഹ് അഹദിൻ നിധിയെ ഖൈറുള്ളാഹ് അഖിലം സർവമാം തിരുമുല്ല മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരേ ത്വാഹ മന്നാനയച്ച നിലാവേ മലരായി വീടർന്ന സിറാജേ മദ്ഹോദി പാടാമസ്സലാം മദദേകി കനിയൂ തിരുസലാം ആകാശ തമ്പിളി വന്ന് സുദിനമിൽ പുഞ്ചിരി തൂകിയിലേ ആഹ്ലാദത്താലെ സ്വർഗമിൽ ഹൂറികൾ മധുഹൊളി പാടിയിലേ ആകാശ തമ്പിളി വന്ന് സുദിനമിൽ പുഞ്ചിരി തൂകിയിലേ ആഹ്ലാദത്താലെ സ്വർഗമിൽ ഹൂറികൾ മധുഹൊളി പാടിയിലേ അംലാക്കുകളെല്ലാം മുത്തിൽ മർഹബ പാടി നിറഞ്ഞില്ലേ അംലാക്കുകളെല്ലാം മുത്തിൽ മർഹബ പാടി നിറഞ്ഞില്ലേ അഴകാർന്നൊരു മുത്തിൽ ലംബിയ ലോകം അജബായി തീർന്നില്ലേ അന്ത ഹബീബി യാ സനദി അന്ത ഹബീബി യാ മദദി അന്ത ഹബീബി യാ സനദി അന്ത ഹബീബി യാ മദദി ഖുദ് ബി ഐദി യാ സനദി ഖുദ് ബി ഐദി യാ മദദി മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരേ ത്വാഹ മന്നാനയച്ച നിലാവേ മലരായി വീടർന്ന സിറാജേ മദ്ഹോദി പാടാമസ്സലാം മദദേകി കനിയൂ തിരുസലാം സത്യത്തിൻ തിങ്കളുദിച്ച നാളിൽ അത്ഭുതമേറിയിലേ നിത്യം ആശോഭയിൽ ലോകം നന്മയിലേറി നടന്നില്ലേ സത്യത്തിൻ തിങ്കളുദിച്ച നാളിൽ അത്ഭുതമേറിയിലേ നിത്യം ആശോഭയിൽ ലോകം നന്മയിലേറി നടന്നില്ലേ ഹൃത്തിൽ ഈമാനിൻ മധുരം ഊട്ടിയുറപ്പിച്ചൊളിവല്ലേ ഹൃത്തിൽ ഈമാനിൻ മധുരം ഊട്ടിയുറപ്പിച്ചൊളിവല്ലേ ഉത്തമരം തിങ്കൾ സുന്ദര ദീനിൻ പൊലിമ നിറച്ചില്ലേ അന്ത ഹബീബി യാ സനദി അന്ത ഹബീബി യാ മദദി അന്ത ഹബീബി യാ സനദി അന്ത ഹബീബി യാ മദദി ഖുദ് ബി ഐദി യാ സനദി ഖുദ് ബി ഐദി യാ മദദി മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരേ ത്വാഹ മന്നാനയച്ച നിലാവേ മലരായി വീടർന്ന സിറാജേ മദ്ഹോദി പാടാമസ്സലാം മദദേകി കനിയൂ തിരുസലാം മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മക്കത്തെ മണ്ണും വിണ്ണും മർഹബ പാടി ഉദയം ചെയ്ത മന്ദാരത്തെ മലരേ ത്വാഹ മന്നാനയച്ച നിലാവേ മലരായി വീടർന്ന സിറാജേ മദ്ഹോദി പാടാമസ്സലാം മദദേകി കനിയൂ തിരുസലാം ഞാന് ഖുർആൻ ക്ലാസ്സിനുള്ള സൂറത്ത് ഓതാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى
أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب صدق الله العظيم. السلام عليكم. وعليكم السلام ورحمة الله. مبروك مبروك وفقنا الله. ഏതായാലും സിനാനാണ് വീണ്ടും പാട്ട് പാടിയത്. നല്ല പാട്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സിനാൻ മോനെ അതുപോലെ അവരുടെ കുടുംബത്തെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഖൈറുകളും ഖൈറാത്തുകളും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. അവരുടെ പിതാവിന്റെ ജോലിയിൽ അല്ലാഹു ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവർക്ക് നാഫിയായ ഇൽമുകൾ പകർന്നു കൊടുക്കാനുള്ള സന്മനസ് അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തോന്നിപ്പിച്ചു കൊടുക്കട്ടെ. അതുപോലെ മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്താനുള്ള എല്ലാവിധ സാഹചര്യവും അല്ലാഹു നമുക്ക് ഒരുക്കി തരട്ടെ. KCR-ന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഖിറാഅത്ത് വളരെ ഉഷാറായിട്ടുണ്ട്. ഖിറാഅത്തിന്റെ റിസൾട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ബിസ്മില്ലാഹി ഉസ്താദ് അറിയിക്കുന്നതായിരിക്കും. ഇനി അടുത്ത ഏതായാലും അബൂ സുഹൈല ഐഡിയിലുള്ള പൊട്ടിച്ചിറ അൻവരിയ കോളേജിന്റെ കോളേജിൽ നിന്നാണ് തത്സമയ ദൈവ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അബൂ സുഹൈല ബാപ്പുസ്താദിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എന്റെ പേര് ഷാക്കിർ പാട്ടുകാര. ഞാനും പാട്ടുപാടാൻ ആഗ്രഹിക്കുന്നു. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുണ്യമദീനയിൽ വരണം, ആ പച്ചക്കുപ്പത്തോടെ എത്തണം, എന്ന് കൽബിൽ നോവതൊക്കെ തീരണം. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുണ്യമദീനയിൽ വരണം, ആ പച്ചക്കുപ്പത്തോടെ എത്തണം, എന്നും കൽബിൽ നോവതൊക്കെ തീരണം. അങ്ങ് ജീവിച്ചുള്ള കാലം ജന്മ കൊണ്ടതില്ല ഞാൻ, അങ്ങയെ കണ്ടവരെയും കണ്ടതുമില്ലല്ലോ ഞാൻ. അങ്ങ് ജീവിച്ചുള്ള കാലം ജന്മ കൊണ്ടതില്ല ഞാൻ, അങ്ങയെ കണ്ടവരെയും കണ്ടതുമില്ലല്ലോ ഞാൻ. എന്തൊരതാ ഭാഗ്യനാണു ഞാൻ, ആ പൂമുഖം അന്നൊന്നു കാണുവാൻ. എന്തൊരതാ ഭാഗ്യനാണു ഞാൻ, ആ പൂമുഖം അന്നൊന്നു കാണും ഞാൻ. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുണ്യമദീനയിൽ വരണം, ആ പച്ചക്കുപ്പത്തോടെ എത്തണം, എന്നും കൽബിൽ നോവതൊക്കെ തീരണം.
പാപഭാരതാല എന്റെ ജീവിതം വികാലമായി പിഴകളേറെ ചെയ്തു എന്റെ ഹൃത്തടം മലിനമായി പാപഭാരതാല എന്റെ ജീവിതം വികാലമായി പിഴകളേറെ ചെയ്തു എന്റെ ഹൃത്തടം മലിനമായി പാപിയെ ഒന്നു നോക്കണേ ഈ പാപിയെ ഒന്ന് തൊടുക്കണേ പാപിയെ ഒന്നു നോക്കണേ ഈ പാപിയെ ഒന്ന് തൊടുക്കണേ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുണ്യമദീനയിൽ വരണം ആ പച്ചക്കുപ്പ ചോടയെത്തണം എൻ കൽബിൽ നോവതൊക്കെ തീരണം യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് പുണ്യമദീനയിൽ വരണം ആ പച്ചക്കുപ്പ ചോടയെത്തണം എൻ കൽബിൽ നോവതൊക്കെ തീരണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, വളരെ ഉഷാറായിട്ടില്ലേ? ഷാക്കിർമാനല്ലേ പേര്? പേരെന്താ പറഞ്ഞ? ഷാക്കിർമാനല്ലേ? ഏതായാലും നല്ല ഉഷാറായിരുന്നു, നല്ല പാട്ടായിരുന്നു. SKCRന്റെ 1000 ആശംസകൾ അറിയിക്കുകയാണ്. ഷാക്കിർമാൻ അല്ലാഹു നല്ല ഓർമ്മശക്തി നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പരിപൂർണമായും ഖത്മ ചെയ്യാനുള്ള, ഹിഫ്ള് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് കൊടുക്കട്ടെ. അതിനുള്ള ഓർമ്മശക്തി അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ ഖൈറാത്തുകളും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കട്ടെ. നമ്മുടെ മക്കളെ ദീനീ ചിട്ടയിൽ വളർത്തിയെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തത് ബിസ്മില്ലാഹി ഉസ്താദാണ്. ഉസ്താദിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ സിനാൻ ഓതിയത് ഉഷാറായിട്ടുണ്ട്, നല്ല ഉഷാറായിട്ട്. സിനാൻ കേൾക്കണ്ടല്ലോ അല്ലെ? ഹുദ ഔ അമറാന്ന് ഹുദ എന്ന് പറഞ്ഞിട്ട് അവിടെ വഖഫ് ചെയ്തു, പക്ഷെ അവിടെ കൂടുതൽ നീട്ടും ചെയ്തു. അങ്ങനെ സംഭവം ഉണ്ടായില്ലേ സിനാനെ? അതുപോലെ തന്നെ അവിടെ കാദിബ എന്ന് പറഞ്ഞാൽ അവിടെ ഇഫ്ഫ വേണ്ട മാതിരിയല്ല. അസൂയത്തെ തെന്ന് പറഞ്ഞ പറഞ്ഞു ഇഫ്ഫ ഉണ്ടായില്ല. ഈ രണ്ട് സംഭവം ഉണ്ടായി അല്ലേ? ഹുദ ഔ അമറ എന്നുള്ളത് നീട്ടി ചേർത്തി ഓതിയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരുന്നു? മദ്ദുണ്ടായിരുന്നു. ചേർത്ത് ഓതാതെ വഖഫ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഇടയിൽ കുറച്ച് ടൈം മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ വഖഫ് ചെയ്തതായിരിക്കും. അല്ലാഞ്ഞാ പിന്നെ നീട്ടിയിട്ട് പിന്നെ ഔ അമറ എന്നുള്ളതൊക്കെ പറയും വേണ്ടിയിരുന്നു. അതുണ്ടായിട്ടില്ല. അപ്പൊ വഖഫ് ചെയ്തിക്കണം അവിടെ. അങ്ങനെ വഖഫ് ചെയ്യുമ്പോ എന്താണോ അപ്പൊ പിന്നെ അവിടെ 2 ഹർക്കത്തിന്റെ കതിർ നീട്ടണം. വഖഫ് ചെയ്യാതെ ചേർക്കുകയാണെങ്കിൽ പിന്നെ അവിടെ അതിന്റെ ശേഷം മദ്ദുള്ള ഹംസ ഉള്ളതുകൊണ്ട് അവിടെ മദ് വന്നിരുന്നു. പക്ഷെ അവിടെ ഇങ്ങനെ സംഭവിച്ചു. അതുപോലെ തന്നെ കാദിബ എന്നുള്ളത് അതിന്റെ മുമ്പുള്ള അവിടെ ഇഖ്ഫ വേണ്ട മാതിരി വന്നില്ല. ഒരു ഇസ്ഹാർ മോഡൽ വന്നു. വേറൊന്നും ഉണ്ടായിട്ടില്ല. ഉഷാറായിട്ട് ഓടി ഇങ്ങനെ. അപ്പൊ ഇനി ആരാണ് മൈക്ക്? ആർക്കും പാട്ട് പാടാനില്ല. ശംസുവാ പാട്ട് 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 ശംസൊരു പഴയ പാട്ടാ പാടുന്നത്. അവന് ഒരു പാട്ട് ഒരിക്കൽ പാടിയ പിന്നെ പാടൂല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. പക്ഷെ ഞാൻ ആ പാട്ട് ഒന്നും കൂടി പാടാൻ പറഞ്ഞു. വിശാല
ഉലകിൽ ബാക്കിന്നാണ് ബാക്കിന്നല്ല കാഫല ബാക്കി. ഇനി അങ്ങനെ പറയണം. ഓക്കെ, മൈക്രോസി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. ഓക്കെ, ഇൻഷാഅല്ലാഹ്. ശംസുദ്ദീനിലെ റാസിൽ ഖൈറയിൽ നിന്നും ശംസുദ്ദീൻ മോനെ അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യത്തില്ല. SKCR-ന്റെ 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നല്ലൊരു പാട്ടായിരുന്നു. നല്ല നല്ല അല്ലെ, നല്ല അർത്ഥമുള്ളൊരു പാട്ടാണ് ശംസുദ്ദീൻ മോന് പാടിയത്. ഏതായാലും അബ്ദുള്ള സാഹിബ് കൈസാന് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ കുരുന്നുകൂട്ടം കഴിഞ്ഞാലൂടെ ബിസ്മില്ലാഹി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഖുർആൻ പഠന ക്ലാസ് നടക്കാനിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും അബ്ദുള്ള സാഹിബ് പാട്ട് പാടാൻ ആണെന്ന് തോന്നുന്നു. ഏതായാലും എൻകറേജ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉമ്മ വിളിച്ചെന്നെ ഓത്തിനയക്കും എന്ന് നനച്ച് കൂട്ടത്തിൽ കാത്തു കിടന്നിട്ടും ഉമ്മയും വന്നില്ല. നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടക്കരച്ചിലിനതിരില്ല. സ്വബയ്ക്ക് ഉമ്മ വിളിച്ചെന്നെ ഓത്തിനയക്കും എന്ന് നനച്ച് കൂട്ടത്തിൽ കാത്തു കിടന്നിട്ടും ഉമ്മയും വന്നില്ല. നേരം വെളുത്തപ്പോൾ പുരയിൽ കൂട്ടക്കരച്ചിലിനതിരില്ല. ഉമ്മാനെ നീട്ടി വിളിച്ച് ഞാൻ ചാട്യം പിടിച്ച് കരഞ്ഞിട്ടൊന്നും ഉമ്മച്ചി വാരിയെടുക്കാൻ ഓടിയടുത്തില്ല. ഉമ്മാനെ നീട്ടി വിളിച്ച് ഞാൻ ചാട്യം പിടിച്ചു കരഞ്ഞിട്ടൊന്നും ഉമ്മച്ചി വാരിയെടുക്കാൻ ഓടിയടുത്തില്ല. കനക ഉപ്പാനോടുമ്മയെ ചോദിച്ചിട്ടൊന്നും മിണ്ടില്ല. ഉമ്മച്ചി ഉറങ്ങുകയാണെന്നുപ്പ പറഞ്ഞെന്നെ വാരിയെടുത്ത് ഉപ്പാന്റെ
മാറിൽ ചേർത്ത് പുന്നാരിക്കുകയായി എന്റെ ഉമ്മാക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. അബ്ദുള്ളക്ക് റെക്കോർഡിന്റെ ആവശ്യമില്ലല്ലോ, നമ്മൾ ലൈവായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ. ഏതായാലും ഇതുവരെ ഞാനില്ലേ പാട്ട് പാടാൻ അല്ലെങ്കിൽ കഥ പ്രസംഗം എന്തും ആവട്ടെ, നമ്മുടെ ലൈവായിട്ടുള്ള ഖുർആൻ ക്ലാസ് വരുന്നതിന് മുമ്പായി കുരുന്നുകൂട്ടം അതിലുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ കുരുന്നുകൂട്ടം അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ കുരുന്നുകൂട്ടത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും SKCR-ന്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു അവർക്ക് ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. അവരുടെ പഠനത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ അവരുടെ ജോലിയിലൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ലൈവായിട്ടുള്ള ഖുർആൻ പഠന ക്ലാസ്സാണ്. അതിനു വേണ്ടി ബിസ്മില്ലാഹി ഉസ്താദിനെ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.